ഹലോ ഓൾ, ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യണേ. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സിന് ഇപ്പോൾ ഒത്തിരി ഹൈപ്പൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, പക്ഷേ ഇത് ശരിക്കും വേർത്തിയാണ് കേട്ടോ. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, നല്ല കൺസിസ്റ്റൻസിയാണ്, ഒരു മോയ്സ്ചറൈസറായിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഡെർമാക്കോയുടെ ഒരു സൺസ്ക്രീനാണ്. ഞാൻ ഇപ്പോൾ പുറത്തൊന്നും പോകുന്നൊന്നുമില്ല, ചുമ്മാ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. എന്നാലും ഞാൻ ആ ഒരു രീതി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് കാണിച്ചാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോയുടെ സൺസ്ക്രീനാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് പ്രോഡക്റ്റ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി നോക്കാം. അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ്. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നല്ല ഒരു ഒരു ക്രീമി ടെക്സ്ചറുള്ളൊരു ഫൗണ്ടേഷനാണ്. പിന്നെ അടുത്തത് ഞാൻ ഒരു മെബ്ലിൻ ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. ഇനി അതിന് ശേഷം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് ബ്രാൻഡഡ് ഐബ്രോ പാലറ്റൊന്നുമല്ല, ഒരു പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സാധാരണ ഒരു ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ബ്ലാക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കര പ്രൊനൗൺസ്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് അതിന് സെലക്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഐബ്രോസ് ബ്രൗൺ കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ഈ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പാലറ്റ്, അത് നല്ലതാണ്, നല്ലോണം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലോക്കൽ പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ ലാക്മിയുടെ തന്നെ ഒരു സ്റ്റിക്ക് കാജലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും എനിക്കിഷ്ടമാണ്. സ്മച്ച് ഫ്രീ, മീൻസ് അങ്ങനെ സ്പ്രെഡ് ആവുകയൊന്നും ചെയ്യത്തില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ പിന്നെയും പറയാണ്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ച് ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇതൊരു മസ്കാരയാണ്. ഇത് ആക്ച്വലി ബ്രാൻഡഡ് അല്ല, ഇത് സുഡിയോ എന്ന് വാങ്ങിയിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അത്ര വലിയ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അതിന് ശേഷം ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹിമാലയയുടെയാണ്. ചെറിയൊരു ട്യൂബാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ലിപ് ബാം അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ബ്രാൻഡോ അങ്ങനെയൊന്നും നോക്കാറില്ല. വല്ലപ്പോഴും ഈ തണുപ്പ് കാലത്ത് മാത്രമാണ് കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിലും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പം ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ പ്ലമ്മിൻ്റെ തന്നെ കുറച്ചൊരു ന്യൂഡ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അധികവും ന്യൂഡാണ് പ്രിഫർ ചെയ്യാറുള്ളത്. എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സാണ് പൊതുവെ ഇഷ്ടം, ബ്രൈറ്റ് കളേഴ്സിനേക്കാൾ കൂടുതൽ. എന്നാൽ വല്ലപ്പോഴുമൊക്കെ ചില ബ്രൈറ്റ്സും യൂസ് ചെയ്യാറുണ്ട്. ഈ പ്ലമ്മിൻ്റെ നല്ല ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാം. അതിന് ശേഷം പിന്നെ ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തു. എനിക്ക് എപ്പോഴും ഞാൻ പൊട്ട് തൊടാറുണ്ട്, എനിക്ക് പൊട്ട് തൊടാതെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഹെയർ ഒന്ന് കെട്ടുകയാണ്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എനിക്ക് അങ്ങനെ ഒത്തിരി ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയില്ല, വളരെ 1, 2, 3 മാക്സിമം ഹെയർ സ്റ്റൈൽസ് ഞാൻ ട്രൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് പഫ് വെച്ചിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. 2 പഫ് നമുക്ക് കടയിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് വാങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഫ് ഹെയർ സ്റ്റൈൽസ് ഒത്തിരി ഉണ്ടല്ലോ, വേണേൽ ട്രൈ ചെയ്യാം. ഞാൻ ഈ 2 സൈഡിൽ നിന്നും കുറച്ച് ഹെയർ എടുത്തിട്ട് പഫ് വെച്ച് ഇങ്ങനെ ഒരു ടിക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിത് പൊതുവേ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പഫ് ഹെയർ സ്റ്റൈലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്ന് എവിടെ പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം എവിടെയും പോകാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഒരുങ്ങുക, വീട്ടിലിരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് ഞാനൊരു കമ്മൽ, ഇയറിങ് ഞാനിതുമായിട്ട് മാച്ച് ചെയ്യാണ്. അപ്പോൾ ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ, ഓൺലൈനൊന്നുമല്ല. എനിക്ക് മുമ്പും പല വീഡിയോസിൽ ഈ ഇയറിംഗ് എവിടെ നിന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേനെ, പക്ഷേ ഇത് ഓഫ്ലൈൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത് എവിടെ നിന്നാണ് എന്താണെന്നൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല, കുറേ കാലമായിട്ട് എൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, തുടർന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.